ചേച്ചി, ഉഷേച്ചി, രാകേഷ്, അമൃത, the kids. ബ്രഹ്മാനന്ദം മാഷിനെ നമ്മുടെ മലയാള സിനിമ വിസ്മരിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ സത്യം തന്നെയാണ്. അദ്ദേഹത്തെ മറന്നുപോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മളെപ്പോഴും ദാസേട്ടനെയും ജയനെയും ആഘോഷിക്കുമ്പോൾ ബ്രഹ്മാനന്ദം മാഷ് അരികുവൽക്കരിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വലിയ വേദനയാണ്. ചേട്ടന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ദാസേട്ടൻ ജയന്റെ ഒപ്പം തന്നെ മലയാള സിനിമ സംഗീതം നിലനിൽക്കുന്നിടത്തോളം കാലം സ്വർണ്ണ ലിപികളിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടാവും. യേശുദാസിനും ജയചന്ദ്രനുമൊപ്പം മലയാളികളെന്നും ചേർത്ത് വെക്കേണ്ട പേരാണ് KP ബ്രഹ്മാനന്ദന്റേതെന്ന് സംവിധായകൻ കമൽ. ബ്രഹ്മാനന്ദനെ മലയാള സിനിമാ ലോകം വിസ്മരിച്ചെന്നും കമൽ പ്രതികരിച്ചു. യേശുദാസിനെയും ജയചന്ദ്രനെയും മലയാളികൾ ആഘോഷിക്കുമ്പോൾ ബ്രഹ്മാനന്ദൻ മാഷ് അരികുവൽക്കരിക്കപ്പെട്ടത് യാഥാർത്ഥ്യമാണെന്നും കമൽ പറഞ്ഞു. ഞാൻ പലതവണ ബ്രഹ്മാനന്ദ മാഷയായിട്ട് സംസാരിക്കുകയും ഞാനന്ന് ഭരതേട്ടൻ്റെ ഈണം എന്ന് പറയുന്ന പടത്തിന് ഇത് ചെയ്യുന്ന സമയത്ത് പാടാനായിട്ട് വന്നു. ആ സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പലതവണ നമ്മളെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ മാതിരി പാട്ട് കേട്ടിട്ടാണ് ബ്രഹ്മാനന്ദ മാഷിൻ്റെ പാട്ടുകൾ. ഇപ്പോൾ ദാസേട്ടൻ്റെയും ജയേട്ടൻ്റെയൊക്കെ പാട്ടുകളുടെ ഇടയിൽ ഒരു എന്താ പറയുക വ്യത്യസ്തമായ ശബ്ദം, ഒരു ബദൽ ശബ്ദം എന്നുള്ള രീതിയിലാണ് ബ്രഹ്മാനന്ദ മാഷിൻ്റെ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മനസ്സിൽ ഇത്രയും വർഷങ്ങളായിട്ട് ഒരുപക്ഷെ എപ്പോഴോ എവിടെ വെച്ചിട്ടോ ബ്രഹ്മാനന്ദ മാഷിനെ നമ്മുടെ മലയാള സിനിമ വിസ്മരിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ സത്യം തന്നെയാണ്. അദ്ദേഹത്തെ മറന്നുപോയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മളെപ്പോഴും ദാസേട്ടനെയും ജയനെയും ആഘോഷിക്കുമ്പോൾ ബ്രഹ്മാനന്ദ മാഷ് അരികുവൽക്കരിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വലിയ വേദനയാണ്. ആ വേദന മാറ്റാനായിട്ട് ഇവിടെ മലയാള സിനിമയിൽ ഇപ്പം ഞങ്ങളെപ്പോലുള്ളവർ ആരും അതിന് തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഈ കുടുംബം, പ്രിയപ്പെട്ട രാകേഷ് അതിന് തയ്യാറായി സ്വന്തം പിതാവിനെ ഓർക്കുന്നു. ഈ 80ാം ജന്മ വർഷത്തിൽ അദ്ദേഹത്തിന് ഓർക്കാനായിട്ട് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ പങ്കെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ്. ബ്രഹ്മാനന്ദൻ സ്മാരക പുരസ്കാരം ഗായിക സുജാതയ്ക്ക് നൽകിയ ശേഷം പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ തലമുറയിലെ കുട്ടികൾ പോലും ഇന്നും ഏറ്റുപാടുന്ന ശബ്ദമാണ് സുജാതയുടേതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നും ഈ ശബ്ദത്തിന് ഒട്ടും പ്രായമായിട്ടില്ല എന്നുള്ളതാണ്. എത്രയോ വർഷങ്ങൾ നമ്മൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതേപോലുള്ള ഒരു ശബ്ദം, അതൊരു വലിയ അനുഗ്രഹമാണ്. ഇന്നും നമ്മളെ പാടി പ്രണയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയിലേക്ക് ജെൻസിയൊക്കെ കഴിഞ്ഞ് ജെൻ ആൽഫ കുട്ടികളെ പോലും പ്രണയിക്കാൻ പ്രേരിപ്പിക്കുന്ന ശബ്ദത്തിന് ഉടമയായിട്ടുള്ള സുജാതയ്ക്ക് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കാൻ കഴിഞ്ഞു. അത് ബ്രഹ്മാനന്ദൻ സാറിൻ്റെ പേരിലുള്ള, ബ്രഹ്മാനന്ദ ഭാഷ പേരിലുള്ള അവാർഡ് ആകുമ്പോൾ അതിൽ പ്രത്യേക മധുരമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ലെഗസി കീപ്പ് ചെയ്യാൻ വേണ്ടി മക്കൾ, പ്രത്യേകിച്ച് രാകേഷ് അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും ബ്രഹ്മാനന്ദൻ കടന്നു വരുന്നു. വീണ്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുമായിട്ട് നമ്മളെല്ലാവരും ഈ വേദി നിൽക്കുമ്പോൾ ആ അവാർഡ് ഏറ്റുവാങ്ങാൻ സുജാത നമ്മുടെ മുമ്പിലുണ്ട്. വലിയ സന്തോഷം. അതിന് സാക്ഷിയാവാൻ കഴിഞ്ഞതിന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. നമസ്കാരം. മലയാളികളുടെ പ്രിയ ഗായകന്റെ 80ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ബ്രഹ്മാനന്ദന്റെ ഗാനങ്ങൾ കോർത്തിണക്കിയ നീലനിഷീദിനി എന്ന സംഗീതരാവും അവാർഡ് നിശയും സംഘടിപ്പിച്ചത്. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അംഗീകാരമായി ഗായിക സുജാതയ്ക്ക് 50,000 രൂപയും ശില്പവും അടങ്ങുന്ന പുരസ്കാരം കമൽ സമ്മാനിച്ചു. ശബരി ഗ്രൂപ്പ് ചെയർമാൻ P. ശശികുമാർ സുജാതയെ പൊന്നാട ചാർത്തി. ബ്രഹ്മാനന്ദൻ എന്ന പേര് മലയാളികളുടെ മനസ്സിൽ തങ്കലിപികൾ കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുമെന്ന് അവാർഡ് സ്വീകരിച്ച് ഗായിക സുജാത മോഹൻ പറഞ്ഞു. തനിക്ക് ലഭിച്ച അവാർഡ് തുക സ്മാരകത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് സുജാത സംഭാവനയും ചെയ്തു. ചേട്ടന്റെ കൂടെ ഞാൻ ഒരു 50 വർഷം പ്രവാസത്തേക്ക് പോവാണ്. 2-3 പ്രോഗ്രാമേ ഞാൻ പാടിയിട്ടുള്ളൂ. എനിക്ക് ആദ്യത്തെ പ്രോഗ്രാമിനെ വിളിച്ചപ്പോൾ ഞാനെന്നാ യൂഷ്വല ബേബി സുജാത പ്രായം. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ കണ്ട ഒരു പരുക്കൻ ആളാന്ന് വിചാരിക്കും അല്ലേ. എനിക്കോട് എറണാകുളം TDM ഹോളിൽ തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, അമ്മ എനിക്ക് അമ്മ ചീത്ത പോയത് പേടിയാവണം അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. പക്ഷെ പരിചയപ്പെട്ടപ്പോൾ ഇങ്ങനെ ഒരു സോഫ്റ്റ് സ്പോക്കൺ, ഇതൊരു നല്ലൊരു മനുഷ്യനാണ്. അത് തന്നെയായിരിക്കും അദ്ദേഹം എല്ലാവരും പറഞ്ഞു അധികം സിനിമയിൽ പാടാതിരുന്നു എന്നുള്ളത്. ഒരു കാരണം അത് തന്നെയായിരിക്കും. അത്ര ഇന്നസെന്റ് ആയിട്ടൊരു മനുഷ്യൻ. എനിക്ക് അത് കഴിഞ്ഞ് അങ്ങനെ 2-3 പ്രോഗ്രാമേ പാടാൻ പറ്റിയുള്ളൂ. പിന്നെ അദ്ദേഹത്തിന് അടുത്തറിയാൻ പറ്റില്ല. എനിക്കൊരു ഭയങ്കര വിഷമമുണ്ട്. ഇപ്പോൾ ചെന്നൈയിലായിരുന്നു അവര്. ഞങ്ങളും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ചെന്നൈ. നിങ്ങൾ എത്ര വർഷം എപ്പോൾ തിരിച്ചു വന്നു? 92. അപ്പോൾ ഞങ്ങൾ ഉണ്ടായിരുന്നു 92 ഒക്കെ. അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വലിയ സങ്കടം. പക്ഷെ ഇപ്പൊ എനിക്ക് അതിന്റെ അത് നികത്ത് ആ സങ്കടം ഞാൻ നികത്തുന്നത് രാകേഷിന്റെ ഇപ്പൊ ഞാൻ ഈ ഫാമിലി ആയിട്ട് ഞാൻ അടുക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതില്. ആൻഡ് രാകേഷ്, യു ഹാവ് ഡൺ ജസ്റ്റ് എ ഗ്രേറ്റ് ജോബ്. കാരണം അച്ഛൻ്റെ പാട്ടുകൾ തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞത്
ഇതിന് വലിയ കാര്യമാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകള്, ചേട്ടന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ദാസേട്ടൻ ജയന്റെ ഒപ്പം തന്നെ മലയാള സിനിമാ സംഗീതം നിലനിൽക്കുന്നിടത്തോളം കാലം സ്വർണ്ണലിപികളിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടാവും. അത്രയും ഒരു മികച്ച ഗായകനാണ്. ഇന്നാണ് ഞാൻ അറിയണത് അദ്ദേഹം സംഗീതം ശാസ്ത്രീയമായി ആദ്യകാലത്ത് അഭ്യസിച്ചിട്ടില്ല എന്ന് ഞാൻ ഇന്ന് അങ്ങനെയല്ലേ പറഞ്ഞത്. കാരണം ഞാൻ പാട്ടൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ സംഗതിയുടെ ക്രിസ്പിനെസ്, ശ്വാസം എടുക്കുന്നത്. ഇപ്പൊ നീലനിശീതിനി പാടി അതിൽ നിദ്രാവിഹീനയായി നിന്നു നീമലർ വാടിയിൽ നീറുമൊരു ഓർമ്മപ്പോൾ അവിടെ ഒരു സ്ഥലമില്ല പാടാൻ, നിർമ്മല എടുക്കാൻ. അതൊക്കെ എങ്ങനെ ലൈവ് പാടുക, അത് ശരിക്കും ഒരുപാടുണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുകൾ പഠിക്കാൻ. അപ്പൊ പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ദൈവികമായിട്ട് കിട്ടിയ ഒരു അനുഗ്രഹം തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു ചെറിയത് അടുത്ത നിങ്ങൾ ഷോ നടത്തുമ്പോൾ ആദ്യത്തെ എന്തൊക്കെ ചെലവിട്ടിയത് ഞാൻ നിങ്ങളുടെ ഫൗണ്ടേഷൻ ഓഫ് ഓട്ടോമേറ്റിക്സ്, ഇതൊരു ഇൻസൾട്ടായിട്ടൊന്നും കണക്കായത്, എൻ്റെ ഒരു ചെറിയ ഒരു ഡൊണേഷൻ എന്ന് വിചാരിച്ചാൽ മതി. അടുത്ത ഷോയുടെ ഫസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഫ്ലൈറ്റ്, എല്ലാവരുടെയും ഫ്ലൈറ്റ് സ്പോൺസർ ഒന്നെങ്കിൽ ഉഷ ബ്രഹ്മാനന്ദനും രവീന്ദ്രൻ മാസ്റ്ററിന്റെ ഭാര്യ ശോഭ രവീന്ദ്രനും ചേർന്ന് ഭദ്രദീപം കൊളുത്തി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വീഡിയോ കോൺഫറൻസിലൂടെ ഗായകൻ യേശുദാസ് അനുസ്മരണ സന്ദേശവും നൽകി. എഴുത്തുകാരൻ VR സുധീഷ്, സംഗീതജ്ഞരായ ബിജിപാൽ, വിജയ് യേശുദാസ്, ലുലു മീഡിയ ഹെഡ് NB സ്വരാജ്, സിനിമാ താരങ്ങളായ രഞ്ജിനി മേനോൻ, കൂട്ടിക്കൽ ജയചന്ദ്രൻ, സ്പോർട്സ് കമന്റേറ്റർ ഷൈജു ദാമോദരൻ, തിരക്കഥാകൃത്ത് റോബിൻ തിരുമല, അവതാരകൻ ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു. തുടർന്ന് ബ്രഹ്മാനന്ദന്റെ മകൻ രാകേഷ് ബ്രഹ്മാനന്ദൻ നയിച്ച നീലനിശീദിനി എന്ന സംഗീത നിശയും അരങ്ങേറി. വിജയ് യേശുദാസ്, ഇഷാൻ ദേവ്, സയനോര, അനൂപ് ചന്ദ്രൻ, വൃന്ദ മേനോൻ, ദിവ്യ എസ് മേനോൻ, അൽക്ക അസ്കർ, വിജേഷ് ഗോപാൽ, ഫർഹാൻ നവാസ് തുടങ്ങിയ ഗായകർ ബ്രഹ്മാനന്ദന്റെ ഗാനങ്ങൾ പാടി. റേഡിയോ ഗാനങ്ങളിലൂടെ ഒരുപക്ഷെ ശ്രീലങ്കൻ റേഡിയോ ഗാനങ്ങളും ഓർമ്മയുണ്ടാവും പഴയ ആളുകൾക്കൊക്കെ. അപ്പോൾ അങ്ങനെ കേട്ടുമ്പോൾ പഠിച്ച ഏറ്റവും ആരാധനയോടെ കണ്ടിരുന്ന ഗായകൻ യേശുദാസാണ്. പക്ഷെ എൻ്റെ വീട്ടിലെ എൻ്റെ പിതാവ് സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരാളാണ്. എൻ്റെ മാതാവ് സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തിലുള്ള ആളാണ്. അമ്മ ഈ പാർട്ടി നാടകങ്ങളൊക്കെ ബന്ധപ്പെട്ട് ബാബുരാജിനെ പോലുള്ള വലിയ സംഗീതത്തിനൊക്കെ അടുത്ത് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഗായകൻ ദാസേട്ടനാണെങ്കിലും എൻ്റെ പിതാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ ബ്രഹ്മാനന്ദനാണ്. എല്ലാ തരത്തിലുള്ള പാട്ടുകളും 500 സിനിമകളിലും മറ്റേ പാടിയിട്ടുണ്ട്. വളരെ കുറച്ച് പാട്ടുകളെ പാടുള്ളൂ. പക്ഷെ പാടിയ പാട്ടുകളിലൊക്കെയും ഈ ഒരു നാദമുദ്ര ചാർത്തിയ ഒരു വലിയ പാട്ടുകാരനാണ് ബ്രഹ്മാനന്ദൻ എന്ന് ഇപ്പോൾ വളരെ കാലം കഴിഞ്ഞ് വൈകി ആണ് നമ്മുടെ ആളുകളൊക്കെ അത് തിരിച്ചറിയുന്നത് എന്നുള്ളത് സന്തോഷവുമുണ്ട്, സങ്കടവുമുണ്ട്. സുധീഷ് ഏട്ടനും അല്ലെങ്കിൽ കമൽ സാറൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റോബിൻ പറഞ്ഞതുപോലെ അത്ര വലിയ ഓർമ്മകൾ സ്വാഭാവികമായാണ്. എനിക്ക് തോന്നുന്നു ഈ ചടങ്ങിൽ ഞാൻ എന്നെ വിലയിരുത്തിയാൽ ഈ ചടങ്ങിലെ ഏക അപശ്രുതി ഞാനാണ്. അബ്സല്യൂട്ട്ലി അത് കറക്റ്റ് അങ്ങനെ തന്നെ പറയണം. ഈ ചടങ്ങിൽ സംഗീതവുമായി ബന്ധപ്പെട്ട ആളുകളാണ്. വേദിയിൽ സദസ്സിലൊക്കെ സംഗീതം ഇങ്ങനെ നിറഞ്ഞിങ്ങനെ സംഗീതത്തിന്റെ വേവ്സ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിലെ കുഞ്ഞ് അപശ്രുതി പക്ഷേ ഞാനായിരിക്കും. കാരണം സംഗീതവുമായി ഒരു ബന്ധമില്ലാത്ത ഒരാൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ. എനിവേ ഇവിടെ റോബിൻ പറഞ്ഞൊരു സംഗതിയാണ് എനിക്ക് ഓർമ്മ വന്നത്. റോബിന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ തോക്കിൻ കുഴലിലൂടെ സംഗീതം വരുത്തിയ കഥയല്ലെങ്കിൽ പോലും വാസ്തവത്തിൽ ബ്രഹ്മാനന്ദൻ സാറിന്റെ ഓർമ്മ എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഓർമ്മയാണ്. അത് ഭയങ്കര ഒരു സാമ്യതയാണ് കേട്ടോ. അത് അദ്ദേഹം നിങ്ങള് അങ്ങയുടെ പിതാവിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ബ്രഹ്മാനന്ദൻ സാറിന്റെ പാട്ടുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് എൻ്റെ അച്ഛനിലൂടെയാണ്. എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്ന പ്രദേശത്ത് അത്ര വലിയ സഹൃദയനും രസികനൊന്നും ആയിരുന്നില്ല നാട്ടുകാർക്കും ബന്ധുക്കൾക്കും കുടുംബക്കാർക്കും. പക്ഷെ എനിക്ക് എൻ്റെ അച്ഛൻ എപ്പോഴും പറയും ഒരു പാട്ട്, അച്ഛന്റെ ഫേവറേറ്റ് സിംഗർ എന്ന് വെച്ചാൽ ബ്രഹ്മാനന്ദൻ സാറാണ്. ഈ പറയുന്ന മാനത്തെ കായലിനാണെങ്കിലും പ്രിയമുള്ളവളെ ആണെങ്കിലും എല്ലാം നീലനിശീതിലേക്ക് അച്ഛൻ പാടി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അച്ഛൻ ബ്രഹ്മാനന്ദൻ സാറിന്റെ പാട്ട് റേഡിയോയിൽ എവിടെ കേട്ടാലും ബ്രഹ്മാനന്ദൻ എന്റെ ഗായകൻ. അപ്പൊ അങ്ങയുടെ അച്ഛനെ പോലെ എൻ്റെ അച്ഛനും പ്രിയപ്പെട്ട ഗായകനായിരുന്നു ബ്രഹ്മാനന്ദൻ എന്നത് ഒരു പക്ഷേ ഈ വേദിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു ഭയങ്കരമായ യാദൃച്ഛികമായ ഒരു സാദൃശ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാം. സ്നേഹത്തോടു കൂടി അച്ഛനെ വേണ്ടി ഈ ഒരു ദിവസം നിങ്ങൾ എല്ലാവരും വന്നെത്തി. ഞാൻ എനിക്ക് പറയാൻ വാക്കില്ല, എമോഷണലാണ്. താങ്ക് യു സോ മച്ച്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയാൻ മാത്രമേ എനിക്ക് സാധിച്ചുള്ളൂ.